അവിടുത്തെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, എന്നിട്ട് ഇവര് അവസാനം 5ാമത്തെ നിയോഗമായിട്ട് ഭവനം എന്ന് എഴുതും. അപ്പോഴെന്നിട്ടും പറയും, കർത്താവെ നീ വെച്ച് തന്നാലേ ഞങ്ങളുടെ വീട്ടിൽ വെക്കാനും ഇത് കൊണ്ടുവരാനും നോക്കി നടത്താനും സൂപ്പർവൈസ് ചെയ്യാനും ഒന്നും ആളില്ല. പക്ഷെ നീ എനിക്ക് വീട് വെച്ച് തന്നാലേ വീടുള്ളെന്ന് പറയുകയും ചെയ്യും. ഇത് ഇവിടെ ഭവനം എന്ന് എഴുതും. പക്ഷേ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആൾ ഓക്കെയാവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു 2 മാസത്തിനോ 1 മാസത്തിനോ ഉള്ളിലേ ഒരു ഏജൻസി ഇവർക്ക് ഭവനം വെച്ച് കൊടുക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവർ പറയണേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾക്ക് മേലാത്ത കാരണം ഇങ്ങനെ ഒരു വീട്ടിലൊന്നും ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് സ്വപ്നം കണ്ടിട്ടൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ നാളെ വെഞ്ചിരിപ്പാണ്. താക്കോല് മാതാവിനെ കാണിക്കാൻ വന്നതാണ്. ഹല്ലേലൂയ. 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 ഈശ്വര. ഉടമ്പടി പറക്കല്ലേ, ഇങ്ങനെ 2 ചിറകും വെച്ച് പറക്കുകയാണ്. അല്ല, ഇവർ പറപ്പിക്കണം ഉടമ്പടിയെ നമ്മൾ പറപ്പിക്കണം. അതാണ് സംഭവിക്കുന്നത്. അതിന് ഒരു സ്നേഹമുണ്ട്, ഒരു ചിറക് വിശ്വാസമുണ്ട്. ഇത് നല്ല ശരിക്ക് വീശി അടിക്കാൻ പറ്റിയ ദൈവം പിന്നെ ഈ വിഷയം ഏറ്റെടുക്കും. വിമാനത്തിന് നമുക്കറിയാമല്ലോ, വിമാനം ഇങ്ങനെ റൺവേയിൽ കൂടി പോകുമ്പോൾ അത് വടക്കോട്ട് തിരിഞ്ഞിരിക്കണമെങ്കിൽ അതിനെ തെക്കോട്ട് തിരിക്കാൻ വേണ്ടി സ്റ്റിയറിങ്ങെ പിടിച്ച വിമാനം തിരിയത്തില്ലല്ലോ. അതിനെ പുറകിൽ കൊണ്ടുവന്ന് വേറെ ഒരു യന്ത്രം കെട്ടിയിട്ട് ഇതിനെ വലിച്ച് ബാക്കിലൂടെ തിരിക്കുകയാണ് ചെയ്യണത് സാധാരണ. അന്ന് പറഞ്ഞ പോരാ. പക്ഷെ ആ വിമാനം പൊക്കണത് ആരാണ്? അതിൻ്റെ സ്പീഡാണ് പൊങ്ങണത്. ഇപ്പം നമ്മുടെ വിമാനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ 200 കാണിക്കും. നമ്മുടെ ചെയറിൻ്റെ മുകളിൽ അവിടെ കമ്പ്യൂട്ടർ ഇരിപ്പുണ്ടല്ലോ, ഫ്രണ്ടിൽ ചെയറിൻ്റെ ബാക്കിൽ അവിടെ കമ്പ്യൂട്ടർ. ഇപ്പോൾ 200, അപ്പോൾ ഫ്ലൈറ്റ് ചെയ്യുമ്പോൾ 300, റൺവേയിൽ കാണിക്കുമ്പോൾ അത് പെട്ടെന്ന് 750 കിലോമീറ്റർ സ്പീഡെന്ന് പറയുമ്പോൾ തന്നെ ഈ ചിറകിലേക്ക് വന്ന് ഈ വിമാനത്തിൻ്റെ ഈ കാറ്റ് മുഴുവൻ അടിച്ചിട്ട് ചിറകിലേക്ക് ഈ സാധനം പൊങ്ങും. എത്രയോ മനുഷ്യരെ എടുത്തുകൊണ്ടാണ് വിമാനം പൊങ്ങണത്. സ്പീഡ് കൊണ്ടാണ്, ചിറകിൽ കാറ്റ് വന്നടിക്കുമ്പോഴുള്ള സ്പീഡാണ്. ഇതുപോലെ നിങ്ങളുടെ ചിറകിൽ കാറ്റ് വന്നടിച്ച് നിങ്ങളെ പൊക്കണം. അതിനുള്ള തീഷ്ണത ഈ വിശ്വാസ പ്രവർത്തനങ്ങൾക്കും സ്നേഹപ്രവർത്തനങ്ങൾക്കും ഉണ്ടാകണം. ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ഉടമ്പടിയിലെ ദൈവസ്നേഹവും വിശ്വാസ പ്രവർത്തനവും വർദ്ധമാനമാകുവാൻ കലർപ്പില്ലാത്തതാകുവാൻ എന്നെ പ്രത്യേക അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദിവസം അതെന്തെന്ന് ദൈവത്തിന് നമ്മളെ നേരത്തെ അറിയണം. ഇതിൻ്റെ ഉടമ്പടി ഏറ്റവും വലിയ വിജയം ഇതാണ്. ദൈവത്തിന് നമ്മളെ നേരത്തെ അറിയണം. അങ്ങനെ അറിയാൻ ഇടയായ നമ്മൾ രക്ഷപ്പെടും. ഇതിപ്പോൾ പല ആൾക്കാരുടെ ഉടമ്പടിയുടെ ഉടക്കി കിടക്കുന്നതിൻ്റെ കാരണം ദൈവത്തിന് നിങ്ങളെ നേരത്തെ അറിയാം. നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസും ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾ ഉടമ്പടി ഉഴപ്പ് വന്നും തൽക്കാലം വല്ല അടയാളം കണ്ടാൽ മാത്രമേ വല്ല രോഗിനെയും പോയി കാണത്തുള്ളെന്നും പത്രം തന്നെയാണെങ്കിലും നിങ്ങൾക്കൊക്കെ ബോധിക്കണ സമയത്തെ കൊടുക്കത്തുള്ളെന്നും അതൊന്നും തീഷ്ണമായിട്ട് ചെയ്യത്തില്ലെന്നും ഒക്കെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യമേ സാധനം പൊങ്ങാൻ പറ്റണില്ല, പിന്നെയല്ല പറക്കണത്. വിമാനം പൊങ്ങത്തില്ല, അങ്ങാടി കടം തിരിച്ചിടാനേ പറ്റത്തുള്ളൂ. ഈ സാധനം ഉടമ്പടി എടുത്തിരിക്കണ പല അണ്ണന്മാർ അങ്ങാടി കടം ദൈവം തിരിച്ചിടുകയാണ്, അല്ലാതെ പറക്കത്തില്ല ഈ സാധനം. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ
ഇവരുടെ കയ്യിൽ ദൈവസ്നേഹമില്ല. കർത്താവ് എപ്പോഴും ചോദിക്കണം കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കത്തില്ലേ? ഏറ്റവും വലിയ പ്രശ്നമാണ്. പക്ഷേ കർത്താവിന് ചെയ്യാവുന്നേ ഉള്ളൂ, പക്ഷെ ചെയ്യത്തില്ല. 5000 പേരുണ്ട്, പക്ഷെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കും. ആ ദൈവത്തിൻ്റെ ഒരു ഇക്കണോമിക്കാണത്. ശരിക്കും ദൈവത്തിന് ചെയ്യാവുന്നുള്ളൂ. ദൈവം ഫുള്ളായിട്ട് ചെയ്യാവുന്നതാണെങ്കിലും നമ്മളോട് പറയും നമ്മുടെ ഷെയർ വെക്കാൻ പറയും. അപ്പോൾ അന്ത്രയോസിന് ഈ ഇപ്പോൾ എക്കണോമിക്സൊക്കെ അറിയാവുന്ന കാരണം അന്ത്രയോസ് പറയും 5 അപ്പം ഉണ്ടെന്ന് പറയും. 5 മതിയാ, 5 ഉണ്ടെന്ന് പറയും. അപ്പോൾ പറഞ്ഞ് കൊണ്ടുവരാൻ പറയും. അതല്ല, അപ്പം നമ്മുടെ പ്രശ്നം 5 കൊണ്ടൊന്നും ഒക്കത്തില്ലെന്ന് ഇവർക്ക് അറിയാം, ഈശോയ്ക്കും അറിയാം. പക്ഷേ ഈശോയ്ക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആദ്യം കാണിക്കണം. അതാണ് എൻ്റെ പ്രശ്നം. അത് നിങ്ങൾ ദൈവമായിട്ടുള്ള ഇടപാട് സൂക്ഷിച്ചിടപെട്ടില്ലെങ്കിൽ വള്ളം നിങ്ങൾ 90 വയസ്സ് വരെ തുഴഞ്ഞാലും തിരുനക്കര തന്നെ കിടക്കും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സത്യസന്ധതയുണ്ടോ, ചുമ്മാ കൈ നനയാതെ മീൻ പിടിക്കാൻ വന്നതാണോ എന്ന് നോക്കും. ചില ആൾക്കാർ മരക്കയ്യനെ കൊണ്ട് പാമ്പ് പിടിപ്പിക്കുമെന്ന് പറയത്തില്ലേ? മലയാളത്തിലുള്ള പഴഞ്ചൊല്ല, ഞാൻ ഇടയ്ക്കൊക്കെ പറയണതാണ്. മരക്കയ്യനെ കൊണ്ട് പാമ്പ് പിടിക്കണം. പക്ഷെ അതെന്ത് ചെയ്യും ആൾക്കാർ? ബുദ്ധിമാന്മാരെ കരക്ക് നിൽക്കും. എന്നിട്ട് കൈ പോയിട്ട് മരക്കൈ വെച്ചിരിക്കണമെന്ന് പറയും, നീ കരപ്പിടിക്കാൻ പറയും. നിങ്ങളെക്കൊണ്ട് പല ആൾക്കാർ ഉടമ്പടി ഇടിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മകൻ ഉടമ്പടി ഇടിപ്പിച്ചിരിക്കുന്നുണ്ട്. മരക്കയ്യനെ കൊണ്ട് പാമ്പ് പിടിപ്പിക്കുകയാണ്. അവൻ കരക്ക് നിൽക്കുകയാണ്. അവൻ വെള്ളത്തിൽ ചവിട്ടത്തില്ല. നിങ്ങളെക്കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ചിട്ട് അവൻ അതിൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റാൻ നിൽക്കുകയും ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും വേണ്ടി ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾ അതിനേക്കാൾ വലിയ പുള്ളികളാണ്. അമ്മ ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലണ്ടേ? ഇല്ല, നീ അവിടെ നിന്ന് പഠിച്ചോ. നിങ്ങളെ മകളുടെ പ്രാർത്ഥനയ്ക്ക് മകളുടെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അപ്പോഴേ അവൾ ചോദിക്കുന്നുണ്ട്, അമ്മ ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണ്ടേ? അമ്മ ചെല്ലുമ്പോൾ അല്ല മകളവിടെ ഇരുന്ന് പഠിച്ചോ. ഇതാണ് പ്രശ്നം. അവളെക്കൊണ്ട് പ്രത്യക്ഷിക്കണ പ്രാർത്ഥന പോലും ചെല്ലിക്കാതെ അവളെ ഇരുത്തി പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ചെല്ലാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ മാർക്ക് 0 അതാ പ്രശ്നം. നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം നിങ്ങൾ ഒന്നാമത്തേൽ ഈ 99% ആൾക്കാർക്കും വിശ്വാസമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതെന്നെ ഇങ്ങനെ പറയണ, ഞങ്ങൾ പേര് വിശ്വാസം ഇല്ലാതിരാണോ വണ്ടി കാശ് മുടക്കി ഇല്ലാത്ത കാശ് മുടക്കി ഇവിടെ വന്നിരിക്കണേ? അതൊക്കെ വന്നിട്ടുണ്ട്, സമ്മതിച്ചു. വിശ്വാസം വേറൊരു സാധനമാണ് മക്കളെ. വിശ്വാസം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രാർത്ഥിക്കാനല്ല, അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിയാണത്. പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് വിശ്വാസം എന്ന് പറയണത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ ചേടത്തിൻ്റെ കാര്യം, മിനി ജോസഫിൻ്റെ കാര്യം അറിയാമല്ലോ. അവർക്ക് ഇപ്പം കർത്താവ് നല്ല സൗഖ്യം കൊടുത്തവൾ. പക്ഷേ എന്നിട്ടും ആ ലേഡി അവരെ ഈ രോഗങ്ങളെല്ലാം എൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്ന ആളാണ്. പക്ഷേ എന്നിട്ട് ഇവൾ കർത്താവിനോട് രാവിലെ പറയും, വെളുപ്പിനെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന, കർത്താവേ എനിക്ക് ഈ ഓൾഡ് ഏജ് ഹോമൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്, പ്രായമുള്ള ആൾക്കാരെ താമസിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് പോയാൽ കൊള്ളാവുന്നുണ്ട്, ഞാനിങ്ങനെ ഒറ്റയ്ക്കെങ്ങനെ പോണത്? അപ്പം അതുകൊണ്ട് എനിക്കൊരു കൂട്ടുകാരത്തെ വേണം, ഞങ്ങൾ തിരക്കി പിടിച്ചെടുക്കാം. അപ്പോൾ കർത്താവ് സത്യസന്ധമായിട്ട് നമ്മൾ നിന്നുകൊണ്ട് പറഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കൂട്ടുകാരത്തെക്കുറിച്ച് അവൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ച്, എടോ താൻ ഉടമ്പടി എടുത്തൊരു പ്രവർത്തനം പറയാൻ ചെയ്താ? ഇല്ല, ചെയ്യാൻ വേണ്ടി ഞാനൊരു കൂട്ടുകാരൊക്കെയാണ്, ഞാൻ വരാൻ തന്നെ കൂടെ. അപ്പോൾ ഇതിങ്ങനെ രണ്ടും കൂടി ഓൾഡ് ഏജ് ഹോം നാട്ടിലുണ്ടോ, എവിടെയാണ് ഓൾഡ് ഏജ് ഹോം ഉള്ളതെന്ന് പറഞ്ഞ് തിരക്ക് നടക്കുകയാണ്. തിരക്ക് നടന്ന അവസാനം അവരൊരു ഓൾഡ് ഏജ് ഹോം കണ്ടുപിടിച്ച്. അപ്പോഴാണ് അവരറിയണത് അവിടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ള കാര്യം അറിയണത്. അപ്പോൾ അത് അറിഞ്ഞിട്ട് അവരവിടെ അങ്ങോട്ട് ചെന്ന് ചോദിക്കും, ഞങ്ങൾ ആലപ്പുഴ പോയി ഉടമ്പടി എടുത്ത ഒരാളാണ്, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണതാണ്. ഞങ്ങൾ ആലപ്പുഴ പോയി ഉടമ്പടി എടുത്ത ആൾക്കാരാണ്, മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തതാണ്, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇവിടെ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു ചേടത്തി ഉണ്ട്, പിള്ളേരെ ഇതില്ലേ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സ്ഥലമാണ്, ഓൾഡ് ഏജ് ഹോമല്ല, ഈ മെൻ്റലി റിട്ടയർഡ് ആയിട്ട് ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ചാലഞ്ചറായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സ്ഥലമാണ്. അപ്പോൾ അവർ പറയും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഒരാൾ പകൽ വരും, പക്ഷേ രാത്രി കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കാൻ ആരുമില്ലെന്ന് പറയും. ഉടനെ ഈ ചെടുത്ത് പറയും ഞാൻ കിടന്നോളാമെന്ന് പറയും വന്ന്. അപ്പോൾ പിന്നെ എന്താ രസം എന്ന് വെച്ചാൽ ഇവർക്ക് 2 പെൺപിള്ളേരാണ് 2 പേര്, അതുങ്ങളെ ഈശോനെ ഏൽപ്പിച്ചിട്ട് രാത്രി വൈകുന്നേരം ആകുമ്പോൾ ഇവർ പോരും അവിടുന്ന്.
ഇവർ പോന്നിട്ട് ഇവിടെ വന്ന് ഈ കുഞ്ഞുങ്ങളെ കൂടെ കിടക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ ഈ ബുദ്ധി മാന്യമൊക്കെയുള്ള കുഞ്ഞുങ്ങളെ കൂടെ കിടന്നെന്ന് പറഞ്ഞാൽ കിടക്കാമെന്ന് പറ്റത്തില്ല. പിള്ളേരൊക്കെ തൂറി മെഴുകിക്കാണ് അവിടെയൊക്കെ. അത് നിസ്സാര കാര്യമല്ല, ഒറ്റക്ക് പോകത്തില്ല ഈ കാര്യം, ഒറ്റ നടപ്പിന് പോകത്തില്ല. ആ പെയിൻ മുഴുവൻ അവർ ഏറ്റെടുക്കുകയാണ്. ഇവരിതൊക്കെ ചെയ്യുമെന്ന് കർത്താവിന് നേരത്തെ അറിയാം. അതാണ് ഈ ഉടമ്പടി പെട്ടെന്ന് ബ്രേക്കാകാൻ കാരണം. പിടികിട്ടിയ പെട്ടെന്ന് ഇങ്ങനെ പുഷ്പിക്കാൻ കാരണം ഇവരിതൊക്കെ ദൈവത്തിൻ്റെ പേരിൽ ചെയ്യുമെന്ന് ദൈവത്തിന് നമുക്കറിയത്തില്ല, ദൈവത്തിനറിയാം. നമ്മൾ തിരുസന്നി വരുമ്പോഴല്ല, അതല്ലേ ഇവളുടെ കയ്യിരിപ്പിതായതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഇവർ ഏതറ്റം വരെയും പോകുമെന്ന് അറിയാതുകൊണ്ടാണ് ഇവർ എഴുതുമ്പോൾ പറയും മകളെ പവനം 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 എന്ന് പറയും. എന്താ കാര്യം? അത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കയ്യിലെന്താ കാര്യം? അവർക്ക് ദൈവസ്നേഹമുണ്ട്. കൈയിടിച്ച് കിടന്നു. ഹല്ലേലൂയ.